നിങ്ങളുടെ സുഹൃത്ത് ലോൺ എടുത്തപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആണ് ഗ്യാരണ്ടർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അവർ ലോൺ അടച്ചില്ലെങ്കിൽ നിങ്ങൾ അടക്കണം. നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഇതേപോലെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവരൊരു കാർഡ് അയച്ചു തരുന്നത്. ആദ്യം അവർ പറയുന്നത് നിങ്ങളുടെ പാൻ നമ്പർ ഇതല്ലേ, നിങ്ങളുടെ ആധാർ നമ്പർ ഇതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇത് ബാങ്കിൽ നിന്ന് തന്നെയുള്ള കോളാണ്. അതിൽ വിശ്വസിച്ചാണ് പലപ്പോഴും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോകുന്നത്. എഫക്റ്റീവായിട്ടുള്ളൊരു നടപടി എടുക്കാൻ പലപ്പോഴും പറ്റാറില്ല. അത് കേരള പോലീസിൻ്റെ ഒരു പ്രശ്നമല്ല, ഇന്ത്യയിൽ നിന്നല്ല പുറമെ എല്ലായിടത്തും സൈബർ കേസുകളിൽ പോലീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ജീവിതകാലം മൊത്തം ജോലി ചെയ്താൽ പോലും ഒരിക്കലും അവർക്ക് കടം വീട്ടാൻ പറ്റാത്തത്രത്തോളം തട്ടിപ്പുകൾ ഈ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട്. ഇല്ലീഗൽ ലോൺ ആപ്പിൻ്റെ ലോൺ അടച്ചില്ല എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ നമുക്കെതിരെ വരില്ല. ഈ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് വിശദീകരിച്ചാലും അവരുടെ തലയിലേക്ക് കയറും. അവർക്ക് അവിടെ ആ ദിവസം നമ്മളൊരു സേഫാക്കി നിർത്താന്നുള്ളതാണ്. ഒരു തവണ ഈ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കും ഭീഷണിക്ക് വഴങ്ങി അടച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം പേടിച്ചിട്ടാണ് അവർ അടച്ചിട്ടുള്ളത്, ഇനിയും അവർ അടക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഒരു വലിയ സാമ്പത്തിക പ്രശ്നം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ആ സൊല്യൂഷൻ നിങ്ങളുടെ മൊബൈൽ വഴി വന്നാലോ? അങ്ങനെ പല സൊല്യൂഷൻസ് ആയിട്ട് വരുന്ന ഒന്നാണ് ലോൺ ആപ്പ്. ലോൺ ആപ്പിൽ കുടുങ്ങി പലരുടെയും ജീവിതം ഇന്ന് കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതും ഒളിച്ചോട്ടങ്ങളും സൂയിസൈഡും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതേപ്പറ്റി കൂടുതൽ സംസാരിക്കാനായി നമുക്കൊപ്പം എന്നുള്ളത് നമ്മുടെ സൈബർ ലോയർ ആൻഡ് സൈബർ എക്സ്പേർട്ട് ആയിട്ടുള്ള ജിയാസ് ജമാലാണ്. നമസ്കാരം. കഴിഞ്ഞ വർഷം മാത്രമായിട്ട് നമ്മുടെ ഗൂഗിളിൽ തന്നെ 3500ഓളം ഈ പറയുന്ന ലോൺ ആപ്പുകളാണ് ഈ റദ്ദാക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്തത്. പക്ഷേ സ്റ്റിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇടവേള കഴിയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ലോൺ ആപ്പുകളിൽ പെട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒളിച്ചോടുന്നവരുടെ, ഇപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ നമ്മൾ കണ്ടു, കുട്ടി ഒളിച്ചോടുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതുവരെയായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തത്, ആഫ്റ്റർ ഓൾ ദിസ് അവയർനെസ് കിട്ടിയിട്ടും? അല്ല, ഏറ്റവും ആദ്യം ഇത് പറയേണ്ടത്, ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ലോൺ എടുക്കാം, മറ്റാരുടെയും സഹായമില്ലാതെ ഫോണിലൂടെ തന്നെ ഒറ്റ ജസ്റ്റ് ക്ലിക്കിൽ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ലോൺ ആപ്പിനെ ആശ്രയിക്കുന്നത്. രണ്ടാമത്തത്, ഇത്തരം ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ ലെൻഡിങ് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലും iOS-ലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെയും കോണ്ടാക്ട് ആക്സസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം ഗവൺമെൻറ്റും RBI എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നൊരു കാര്യം അവർ പറയുന്നത്, ഇത്തരം ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ റിസർവ് ബാങ്കിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരൊറ്റ ആപ്ലിക്കേഷൻ പോലും അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്ലേ സ്റ്റോറിലും iOS-ലും. പക്ഷേ ഇത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിൽ പല ആളുകളും വാർത്ത കേട്ടിരിക്കുന്നത് എന്താണ്, ഇതിൽ വരുന്ന ആപ്ലിക്കേഷനെല്ലാം അംഗീകാരമുള്ള രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ പലപ്പോഴും ആ ഒരു ഇത് ഉറപ്പിൽ തന്നെയാണ് ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത്, ഇതെല്ലാം മിക്ക ആപ്ലിക്കേഷനുകളും ഇല്ലീഗലായിട്ട് ഇതിനകത്ത് കടന്നുകൂടുന്നതാണ്. ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള സ്റ്റോറിൽ നിന്നും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനെന്ന വ്യക്തി, ഞാൻ ഒരു തരത്തിലുള്ള ലോൺ ആപ്പുകളും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള ഇങ്ങനെയുള്ള ഇതിനെ ഫോളോ ചെയ്യുന്നതുമില്ല, ഒരു ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഈ ഒരു സൈബർ ലോകത്തിൽ, അല്ലെങ്കിൽ ഈ യുഗത്തിൽ സേഫ് ആയിരിക്കുമോ? ഈ ലോൺ ആപ്പുകളുടെ ഇതേപോലെയുള്ള ഭീഷണി എനിക്ക് നേരെ വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും സാധ്യതയുണ്ട്. കാരണം ഇത് ലോൺ എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ വരെയും നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ₹1 പോലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവുള്ളൂ. ഈ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ വരെയും ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഭീഷണി വരാറുണ്ട്. രണ്ടാമത്തത്, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ലോൺ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ലോൺ ആപ്പും ഒരു വ്യക്തിയുടെയും കോണ്ടാക്ട് ലിസ്റ്റ് ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെൻറ്റും റിസർവ് ബാങ്കും പറഞ്ഞതിനൊക്കെ വിരുദ്ധമായിട്ടാണ് വീണ്ടും ഇപ്പോൾ എല്ലാവരുടെയും കോണ്ടാക്ട് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പലപ്പോഴും പറയാറുണ്ട്, പോലീസ് ആണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കാണിക്കുമ്പോൾ അവർ പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങളെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു, കംപ്ലീറ്റ്ലി സേഫ് ആവുമെന്ന് പറയും. ഒരിക്കലും സേഫ് ആവില്ല. കാരണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം തന്നെ ഈ കോണ്ടാക്ട്സ് കംപ്ലീറ്റ് അവർ കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കോണ്ടാക്ട്സിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ലോൺ എടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ കോണ്ടാക്ട്സിൽ ഒരാളാണ് നമ്മളെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ലോൺ എടുത്ത വ്യക്തിയുടെ കോണ്ടാക്റ്റിൽ ഒരാളാണ് നമ്മളെങ്കിൽ, തീർച്ചയായും നമ്മൾക്കും ഭീഷണി മെസ്സേജ് വരും. ആ ഭീഷണി മെസ്സേജ് വരുന്ന എന്ത് പറഞ്ഞിട്ടാണ്, നിങ്ങളുടെ സുഹൃത്ത് ലോൺ എടുത്തപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആണ് ഗ്യാരണ്ടർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അവർ ലോൺ അടച്ചില്ലെങ്കിൽ നിങ്ങൾ അടക്കണം. നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഇതേപോലെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവരൊരു കാർഡ് അയച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ലോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ലെങ്കിലും നമ്മുടെ സർക്കിളിലുള്ള ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി, ഉറപ്പായിട്ടും വരും. ഇപ്പോൾ പല കേസുകളിലും അങ്ങനെയാണ്. നമ്മളുടെ കോണ്ടാക്ട് നോക്കി
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പാരൻസിൻ്റെ നമ്പറിലേക്കും നമ്മുടെ സ്കൂളിലെ നമ്പറിലേക്കും ടീച്ചേഴ്സിൻ്റെ നമ്പറിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തുള്ള നമ്മളുടെ HR അല്ലെങ്കിൽ നമ്മളുടെ അങ്ങനെ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിലും അവർക്കതൊന്നും വിഷയമല്ല. എല്ലാവരുടെ കോൺടാക്റ്റിലേക്കും ഇവർ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചും മെസ്സേജ് അയച്ച് ഹരാസ് ചെയ്യും. അപ്പോൾ ലോൺ എടുത്ത വ്യക്തി മാത്രമല്ല, കോൺടാക്റ്റിലുള്ളവർ പോലും ഹരാസ് ചെയ്യപ്പെടുമ്പോൾ അവർ ലോൺ എടുത്ത വ്യക്തിയെ വിളിക്കും. തീർച്ചയായും നിങ്ങൾ എന്തുകൊണ്ടാണ് ലോൺ എടുത്തപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തതെന്ന് ചോദിച്ചിട്ട് കണ്ടിന്യൂസ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ ചീത്ത വിളിക്കുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ ലോൺ എടുത്ത വിക്ടിം കൂടുതൽ പ്രഷറിലാവുകയാണ് ചെയ്യുന്നത്. അതാണ് അവർക്കറിയാം അങ്ങനെ ചെയ്താൽ ലോൺ എമൗണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. അത് സാധാരണ ഒരു 1000 രൂപ ലോൺ എടുത്താൽ ഒരു 1100 രൂപ 1500 രൂപ അല്ല പിടിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഒരു 10,000 രൂപയെങ്കിലും അവരതിൽ മേടിച്ചെടുക്കും. അപ്പോൾ അമിതമായ പലിശയുമാണ് ഈടാക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് വരാം. എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ യാതൊരു തരത്തിലുള്ള ലോൺ ആപ്പുകളും ഡൗൺലോഡ് ചെയ്തിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു പോയിന്റിൽ ഒരു കോൾ വരികയും നിങ്ങളുടെ പാൻ കാർഡ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് പറയുകയാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് സ്വാഭാവികമായും ആ വ്യക്തി വിശ്വസിക്കുകയാണ്. കാരണം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതാണ് നമ്മളുടെ പാൻ കാർഡ് എന്ന് പറയുന്നത്. അതുവരെ പറയുകയും ഈ ലിങ്കിൽ നിങ്ങൾ കയറി നോക്കൂ, നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞു. ആ ലിങ്കിൽ കയറി നോക്കിയതോടുകൂടി മൊത്തത്തിൽ ഈ പറയുന്നത് പോലെ ഗാലറിയിൽ വരെയുള്ള പിക്ചേഴ്സിന്റെ ആക്സസ് ലഭിക്കുകയാണ്. സോ ഇതെങ്ങനെയായിരിക്കും പ്രവർത്തിച്ചത്? അതായത് പാൻ കാർഡ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിലുകൾ കിട്ടുന്നതിലേക്ക് എങ്ങനെയായിരിക്കും എത്തിയത്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം ഇവിടെ നടന്ന പല ഫൈനാൻഷ്യൽ ക്രൈമിന്റെയും പിന്നിൽ ബാങ്കുകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം, അത് ബാങ്ക് മാനേജേഴ്സ് മുതൽ അവിടുത്തെ സാധാരണ എംപ്ലോയീസ് വരെയുള്ള സംഘങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പല സ്ഥലത്തായിട്ട് ഒരുപാട് ബാങ്ക് മാനേജേഴ്സിനെയും ബാങ്ക് എംപ്ലോയീസിനെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ലോൺ ആപ്പിൻ്റെ മാത്രമല്ല, പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകളും മറ്റു കാര്യങ്ങൾക്കെല്ലാം തന്നെ ബാങ്കിൽ നിന്നാണ് ഈ പറഞ്ഞ വിവരങ്ങൾ. എല്ലാ കേസുകളിലല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് കേസുകളിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാങ്കുകളിൽ നമ്മൾ വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ട പല രേഖകളും, ആധാർ വിവരങ്ങളും മറ്റേ പാൻ വിവരങ്ങളും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും സ്റ്റോക്കിൻ്റെ വിവരങ്ങളടക്കം എല്ലാ വിവരങ്ങളും ചോർന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോർന്നു പോകുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ സുഹൃത്തിന് വന്നതുപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും ഒരു കോൾ വരുമ്പോൾ ആദ്യം അവർ പറയുന്നത് നിങ്ങളുടെ പാൻ നമ്പർ ഇതല്ലേ, നിങ്ങളുടെ ആധാർ നമ്പർ ഇതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇത് ബാങ്കിൽ നിന്ന് തന്നെയുള്ള കോളാണ്, അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്ന കോളാണ്. അതിൽ വിശ്വസിച്ചാണ് പലപ്പോഴും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ അകപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തു എന്ന് തന്നെ ഇരിക്കും, ഒരു ലോൺ ആപ്പ് വരുന്നു, നമ്മൾ അതിൽ നിന്ന് ലോൺ എടുത്തു. സ്വാഭാവികമായും ഒരു പോയിന്റ് കഴിയുന്ന സമയത്തേക്ക് അവർ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് എന്താണ് ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം, ഒരിക്കലും ലോൺ ആപ്പുകളുടെ പുറകെ പോരുന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ട് ഈ കേരളത്തിലും പുറത്തൊക്കെ ആത്മഹത്യകളും പ്രശ്നങ്ങളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പരാതികൾ വന്നതും അതുപോലെ തന്നെ മാധ്യമങ്ങളടക്കം വാർത്ത ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗവൺമെൻറ്റും റിസർവ് ബാങ്കും ഇതേപോലുള്ളൊരു കുറേ നിയമങ്ങൾ കൊണ്ടുവന്നത്. പക്ഷെ അതുപോലും ഇപ്പോൾ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ലോൺ എടുക്കേണ്ട അത്രയും ഒരു സാഹചര്യം വന്നാൽ മാത്രമേ ലോൺ ആപ്പിൻ്റെ പുറകെ പോകാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത്തരം ലോൺ ആപ്പുകൾ അംഗീകാരമുണ്ടോ എന്നുള്ളത് ആദ്യമേ ചെക്ക് ചെയ്യണം. റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ആപ്പുകളുടെയും NBFCകളുടെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ആപ്പിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആപ്ലിക്കേഷനുകൾ ഇന്ന് പ്ലേ സ്റ്റോറിൽ iOS-ലുണ്ട്. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ തന്നെയാണ്. അതായത് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആപ്ലിക്കേഷനുകളുടെയൊക്കെ പേരിനോട് സാമ്യമുള്ള ആപ്ലിക്കേഷനുകളും അല്ലെങ്കിൽ അതേ ലോഗോ ഉപയോഗിച്ചും അതേ കമ്പനിയാണെന്ന് അല്ലെങ്കിൽ അതേ സ്ഥാപനമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ആപ്ലിക്കേഷൻ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു അത്യാവശ്യം വന്നു കഴിയുമ്പോൾ ഒരു ലോൺ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും സുഹൃത്തിനെ വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ABC എന്ന് പറഞ്ഞ പേരുള്ള ഒരു ലോൺ ആപ്പ് ഞാൻ കണ്ടു, അത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വളരെ പ്രചാരത്തിലുള്ള ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായിരിക്കും. അപ്പോൾ ഈ സുഹൃത്ത് പറയും, ഓക്കെ അത് സേഫ് ആണ്, ഡൗൺലോഡ് ചെയ്തോളൂ എന്ന് പറയും. പക്ഷേ ഈ വിളിച്ചു ചോദിക്കുന്ന ആൾ കണ്ടിരിക്കുന്നത് ABCയുടെ ഫേക്ക് ആപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചതിക്കുഴിയിൽ പെട്ടുപോകാം. അപ്പോൾ ഏതൊരു ട്രാപ്പിൽ ഇതേപോലെ പെട്ട് ഒരു ഭീഷണിക്കിരയായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സൈബർ ക്രൈമിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. 1930 വിളിച്ച് റിപ്പോർട്ട് ചെയ്യാം. രണ്ടാമത് ഇപ്പോൾ സർക്കാർ തന്നെ ഒരു സഞ്ചാർ സാത്തി എന്നൊരു പോർട്ടൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വെബ്സൈറ്റും ഉണ്ട്, ആപ്ലിക്കേഷനും ഉണ്ട്. ഈ സഞ്ചാർ സാത്തി ആപ്പിൽ നമുക്ക് ഏത് തരം ഒരു ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിച്ചത് SMS-ലോ വാട്സപ്പിലോ ടെക്സ്റ്റ് മെസ്സേജിലോ കോളിലോ ഏതെങ്കിലും തരത്തിൽ ഇൻ്റർനാഷണൽ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ ഏത് കോൺടാക്റ്റിൽ നിന്നോ നമുക്കൊരു ഭീഷണി മെസ്സേജോ മോർഫ് ചെയ്തിട്ടുള്ളൊരു ഇമേജോ മറ്റെന്ത് കോളുകളോ ആയിക്കോട്ടെ നമുക്കതിൽ റിപ്പോർട്ട് ചെയ്യാം. അത് റിപ്പോർട്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വളരെ നിസ്സാര സമയം കൊണ്ട് തന്നെ ഈ നമ്മൾ ഹരാസ് ചെയ്യുന്ന ആളുടെ
വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്യും, മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ ഹാൻഡ്സെറ്റ് വരെയും ബ്ലോക്ക് ചെയ്യും. ആ ഹാൻഡ്സെറ്റിൽ മറ്റൊരു സിം ഉപയോഗിക്കാനേ പറ്റില്ല. പിന്നെ ഇപ്പോൾ സർക്കാർ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വിർച്വൽ സിമ്മുകൾ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ സിം ഉപയോഗിക്കണ്ട, ഏത് രാജ്യത്തിന് വേണമെങ്കിലും കോൺടാക്ട് നമ്പർ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുവഴി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ നിർത്തലാക്കാനുള്ള സംവിധാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് സിം കാർഡ് ഇട്ടാൽ മാത്രമേ വാട്സപ്പ് പ്രവർത്തിക്കുള്ളൂ. അതൊക്കെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് ഗവൺമെൻറ് അതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഏത് പ്രശ്നത്തിൽപ്പെട്ടാലും ഏറ്റവും ആദ്യം ഒരു മടി കൂടാതെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ഈ സഞ്ചാർ സാത്തി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതുമാണ്. പലപ്പോഴും നമ്മൾ ഇതേപോലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് പോലീസിൽ അറിയിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വേണ്ട രീതിയിൽ നമ്മൾ നിയമപരമായി തന്നെ മുന്നിലേക്ക് പോകുന്നു എന്ന് കരുതുക. പക്ഷെ പലപ്പോഴും ഇപ്പോൾ സൈബർ പോലീസിൽ നിന്നാണെങ്കിലും ഏറ്റവും പ്രാഥമികമായി അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആപ്പ് ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് സജഷൻസ് ആയിരിക്കും പറയുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് ഇതിന്റെ ഉത്ഭവ കേന്ദ്രങ്ങൾ, അതായത് എവിടെ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്, ആരാണ് ഇതിന് പിന്നിൽ, അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു ഒറിജിനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റില്ലേ, ലൈക്ക് ആ സ്പേസിനെ? അതിപ്പോൾ ലോൺ ആപ്പ് മാത്രമല്ല, ഇതുപോലുള്ള പല സൈബർ തട്ടിപ്പ് കേസുകളിലും പോലീസിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് യഥാർത്ഥ ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്. പലപ്പോഴും ഇവർ ഉപയോഗിക്കുന്ന കോണ്ടാക്ട് നമ്പറുകൾ വിർച്വൽ നമ്പേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ഇത് ഇന്ത്യക്ക് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന സംഘങ്ങളായിരിക്കും. ഒരാൾ പോലും ഇന്ത്യയിലകത്തുണ്ടാവില്ല ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ അതിനും രാജ്യാന്തരമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഏജൻസികളെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരാളൊരു പരാതി കൊടുക്കുകയാണ്, ലോൺ ആപ്പിൽ എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ്, ഫോട്ടോ മോർഫ് ചെയ്യുമെന്ന് പറഞ്ഞു, ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതൊരു ക്രൈമാണ്, കേസ് എടുക്കാവുന്നൊരു കുറ്റമാണ്. പക്ഷെ അതിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതോ അതല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളിലേക്ക് എത്തിപ്പെടാൻ അവരുപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ ഒരു മ്യൂൾ അക്കൗണ്ട് ആയിരിക്കും. മറ്റൊരാളുടെ പേരിലെടുത്ത ഒരു റെൻറ്റഡ് പോലത്തെ ഒരു അക്കൗണ്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആ അക്കൗണ്ടിലേക്കായിരിക്കും പണം പോകുന്നത്. പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ആളെ പോയി പിടിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഈ കുറ്റകൃത്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളായിരിക്കും. അയാളുടെ ബാങ്ക് അക്കൗണ്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഫേക്ക് ആധാർ ഉപയോഗിച്ചെടുത്തൊരു സിം കാർഡായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ അതേപോലുള്ള യൂസ് ചെയ്യുന്ന കാര്യങ്ങളാവുമ്പോൾ പലപ്പോഴും അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പോലീസിന് പറ്റാറില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതുപോലെ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതേപോലെ അത്രയും അധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ലീഗൽ ആക്ഷൻ വരാറുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട കാരണം പോലീസിന് ഈ അന്വേഷണത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു നടപടി എടുക്കാൻ പലപ്പോഴും പറ്റാറില്ല എന്നുള്ളത്. അത് കേരള പോലീസിൻ്റെ ഒരു പ്രശ്നമല്ല, ഇന്ത്യയിൽ നിന്നല്ല പുറമെ എല്ലായിടത്തും സൈബർ കേസുകളിൽ പോലീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ പറയുകയുണ്ടായി കുറച്ച് മുമ്പ്, വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പല ബ്ലാക്ക് മെയിലുകളും അല്ലെങ്കിൽ ഈ ലോൺ ആപ്പിന് പിന്നിൽ തലകൾ പ്രവർത്തിക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞു. പക്ഷെ മലയാളികളായിട്ടുള്ള പലരുമാണ് നമ്മളോട് സംസാരിക്കുന്നത്. മലയാളികൾക്ക് ഇതിലുള്ള റോൾ എന്താണ്? ലൈക്ക് മലയാളിയായിട്ടുള്ള ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? പല വിദേശ രാജ്യങ്ങളിലും, ഇപ്പോൾ UAE അടക്കമുള്ള പല രാജ്യങ്ങളിലും പോയിട്ട് ജോലി എന്ന് പറഞ്ഞ് നിന്ന് ട്രാപ്പിലകപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഇത്തരം സൈബർ തട്ടിപ്പ് സംഘങ്ങളിലെ കെണിയിലകപ്പെട്ടു പോകുന്നവർ. ഇപ്പോൾ കംബോഡിയയിലും ഇവിടെയൊക്കെ നമ്മൾ NIA അടക്കം ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരുപാട് മനുഷ്യക്കടത്ത് സംഘങ്ങളെയും അതുപോലെ തന്നെ ആളുകളെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലുള്ള മനഃപൂർവ്വം പോയിട്ട് ഈ തട്ടിപ്പിന് പങ്കാളിത്തം അല്ലെങ്കിൽ ഈക്വലി തട്ടിപ്പിന് വേണ്ടി നടത്തുന്ന ഒരുപാട് മലയാളികളുണ്ട്. അതായത് തട്ടിപ്പ് സംഘമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നവർ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഇതേപോലെ ജോലിക്ക് വേണ്ടി പോയി കഴിയുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ അറിയുന്നത് ഞങ്ങളുടെ ജോലി സൈബർ തട്ടിപ്പാണ്. അങ്ങനെയും പെട്ടുപോകുന്നൊരു വിഭാഗമുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് മലയാളികൾ എല്ലാവരും ഇതിൻ്റെ പിന്നിലാണെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് മലയാളികളും ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ ജോബിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ ഒരു നല്ല ജോബിന് വേണ്ടി സ്വപ്നം കണ്ടു പോകുന്ന മനുഷ്യരായിരിക്കും, പക്ഷേ ഈ സൈബർ തട്ടിപ്പിലേക്ക് എത്തുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അവർ ആ ഒരു സർക്കിളിലേക്ക് എത്തിപ്പെടുന്നത്? അതിവിടെ നമുക്കറിയാം, ഒരുപാട് പരസ്യങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും. പല ഏജൻസികളും പല ക്രിയേറ്റർമാരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ജോലി നിങ്ങൾക്ക് പോവാം, 10ാം ക്ലാസ് യോഗ്യത അല്ലെങ്കിൽ +2 യോഗ്യത അല്ലെങ്കിൽ ഡിഗ്രി വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും അവരവിടെ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ അവർ അറിയുന്നുള്ളൂ വലിയൊരു ഈ പറഞ്ഞ ഒരു സായുധ സംഘം ഉൾപ്പെടുന്ന ഒരു ഇതിലേക്ക് അവരെ അകത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല. അവർ ഈ പറഞ്ഞ പോലെ ഏത് ജോലിയും, ഇപ്പോൾ ആളുകളെ ഭീഷണിപ്പെടുത്തി, ലോൺ ആപ്പ് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ സെക്സ് ചാറ്റ് നടത്തി അല്ലെങ്കിൽ ഫോട്ടോകൾ മേടിച്ചതിന് ശേഷം ഭീഷണിപ്പെടുത്തി പണം മേടിക്കുന്ന കേസുകളും എല്ലാ തരം തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ടും ഇത്തരം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരടക്കമുള്ള പല ആളുകളും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും അവിടെ നിന്ന് പുറത്ത് ചാടി വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവർക്കൊരു വേറെ പുറമേയുള്ള വീട്ടുകാരായിട്ട് പോലും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരങ്ങളില്ല. അങ്ങനെ പലപ്പോഴും അവിടെ നിന്ന് ചാടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് പരിക്ക് പറ്റുകയും അല്ലെങ്കിൽ അവരെ ഒരുപാട് തരത്തിൽ ആക്രമണം നടത്തിയ കേസുകളും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു വലിയൊരു ട്രാപ്പിലാണ് ശരിക്കും അവിടെ ചെന്നതിന് ശേഷമായിരിക്കും ഒരു റൂം അറിയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അവരൊരു റൂമിൽ അടയ്ക്കപ്പെടുകയും അങ്ങനെ ഞാൻ ഉണ്ട് ഒരുപാട്.
കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവർ ഈ പറഞ്ഞാൽ അവർക്ക് പുറമേ ഇതായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ല. പാസ്പോർട്ട് മേടിച്ചു വെച്ച് മൊബൈൽ ഫോൺ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്, ഇപ്പോൾ ചില കമ്പനികൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഫോൺ മാറ്റി വെക്കണം, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലൊരു ജോലി എന്നുള്ളതിലായിരിക്കും ഫസ്റ്റ് ഡേ അവർ കയറുന്നത്. ആ ഫസ്റ്റ് ഡേ കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ അവസ്ഥ. പിന്നെ അവിടെ നിന്ന് ഒരു മാറ്റം അവർക്കില്ല. അതിനുശേഷം ഇവർക്കൊരു ലിസ്റ്റ് കൊടുക്കും, ഓരോ ദിവസവും ടാസ്ക് കൊടുക്കും പലതരത്തിൽ. ഇപ്പം ഈ പറഞ്ഞ പോലെ ലോൺ എടുത്ത ആളുകളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി പണം മേടിക്കലായിരിക്കും ടാസ്ക്. ഒരു ടാർഗറ്റ് കൊടുക്കും, ഇത്ര ആളുകളെ വിളിക്കണം, ഇത്ര എമൗണ്ട് കളക്ട് ചെയ്യണം. അതനുസരിച്ചായിരിക്കും അവർക്ക് ഇൻസെൻറ്റീവോ ചിലപ്പോൾ ശമ്പളം തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ഇത്രയും വിളിക്കാത്തതിൻ്റെ പേരിൽ അവർ പറഞ്ഞ് ഈ തട്ടിപ്പിനെ നിങ്ങൾക്ക് കൂട്ടുവെക്കാൻ പറ്റില്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ മർദ്ദനവും അതുപോലെ തന്നെ ശമ്പളം കിട്ടാത്തതും ഭക്ഷണം കൊടുക്കാത്ത അവസ്ഥയിൽ ഒരുപാട് ആളുകൾ അവിടെ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പം മ്യൂൾ അക്കൗണ്ട്സിനെ പറ്റി പറഞ്ഞല്ലോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മ്യൂൾ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പരസ്യങ്ങളാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ റെന്റിന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം. അത് ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിക്കുന്ന ഒരുപാട് ഗെയിമിംഗ് കമ്പനികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ ഇതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്ന പല പേരിലായിരിക്കും അവർ നമ്മുടെ നിന്ന് ബാങ്ക് അക്കൗണ്ടുകൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിലും ജോലിയുള്ള ഒരാളാണെങ്കിലും അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ടുകൾ ഈ പറഞ്ഞ സംഘങ്ങൾക്ക് കൈമാറും. ചിലപ്പോൾ സിം കാർഡുകൾ അവർ മേടിക്കും. അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും മേടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇന്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഈ സംഘം ഇത് അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത്ര സെറ്റ് ഓഫ് ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും അത് കൈമറിഞ്ഞ് ഈ പറഞ്ഞ സൈബർ തട്ടിപ്പ് സംഘങ്ങളിലേക്ക് എത്തും. ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ലോൺ ആപ്പ് തട്ടിപ്പും ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡും സെക്സ്റ്റോഷനും പോലുള്ള ഏതൊരു സൈബർ തട്ടിപ്പാണെങ്കിലും ആ തട്ടിപ്പിനെല്ലാം ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഈ പറഞ്ഞ റെന്റൽ അക്കൗണ്ടുകളാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾക്ക് വെച്ചിട്ടാണ് ഈ പറഞ്ഞ തട്ടിപ്പുകളെല്ലാം നടത്തുന്നത്. ഇവരിത് അറിയണം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയ ഏതെങ്കിലും ഒരു എമൗണ്ട് ചിലപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് കാശ് തരും, നിങ്ങൾക്കൊരു വരുമാനം കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരായിട്ട് ഒരു കോൺടാക്റ്റും ഉണ്ടാവില്ല, ഒരു വരുമാനം ഇവർക്ക് കിട്ടില്ല. സംഭവിക്കുന്നത് ഇവരുടെ വീട്ടിലൊരു പോലീസ് ഏതെങ്കിലും സംസ്ഥാനത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പോലീസ് വീട്ടിൽ അന്വേഷിച്ച് വരുമ്പോഴാണ് അറിയുന്നത് ഈ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് കോടികളുടെ ട്രാൻസാക്ഷനാണ് നടത്തിയിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ പല സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഇവരുടെ പേരിലുണ്ടെന്ന് അപ്പോൾ മാത്രമേ ഇവർ അറിയുന്നുള്ളൂ. അവർ ജീവിതകാലം മൊത്തം ജോലി ചെയ്താൽ പോലും ഒരിക്കലും അവർക്ക് കടം വീട്ടാൻ പറ്റാത്ത അത്രത്തോളം തട്ടിപ്പുകൾ ഈ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ പല സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടിൽ തന്നെ 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. കാരണം പണം നഷ്ടപ്പെട്ട ഒരാൾ എന്ത് ചെയ്യും, എൻ്റെ പണം ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി തട്ടിയെന്ന് പറഞ്ഞ് കൊടുക്കുന്ന പരാതിയിൽ ഈ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും ഉള്ളത്. പല ആളുകളും അറസ്റ്റ് ചെയ്യപ്പെട്ട് യുവാക്കളടക്കം അകത്തുപോയ കേസുകൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അവർക്കറിയണില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച് എന്താ, ഒരു കേസ് വന്നു, ഇപ്പോൾ ഈ ലോൺ ആപ്പ് ആണെങ്കിൽ പോലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പോലീസ് നോക്കുമ്പോൾ എന്താ, ഏത് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഇട്ട് കൊടുത്തത്, അപ്പോൾ ഭീഷണിപ്പെടുത്തി പണം മേടിച്ച ഒരു അക്കൗണ്ട് ഈ അക്കൗണ്ടാണ്, അതിനുടമേനെ പിടിക്കും. അതല്ലേ പോലീസിനാകെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഉടമ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മ്യൂൾ അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് അക്കൗണ്ട് കൊടുത്ത ആളായിരിക്കും, അയാൾ അതിന്റെ അകത്തു പോകും. ഇപ്പൊ RBIയുടെ എന്താണ് രജിസ്ട്രേഷൻസ് ഉള്ള അല്ലെങ്കിൽ അംഗീകാരമുള്ള ലോൺ ആപ്പുകൾ യൂസ് ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമായിരിക്കും. RBIയുടെ ലിസ്റ്റിലുള്ള നോൺ ബാങ്കിങ് മനസ്സിലാക്കാൻ പറ്റും. RBIയുടെ വെബ്സൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് കാണാം. അതിൽ കണ്ട് അതേപടി നമ്മൾ പോയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ iOSൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നതിന് പകരം അതേ കമ്പനിയുടെ വെബ്സൈറ്റ് നമുക്ക് കാണാൻ കഴിയും. സൈറ്റിൽ ഉണ്ടാവും. ആ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പ് അവർ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഏത് കമ്പനിയുടെ ആണെങ്കിൽ പോലും അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ റിസർവ് ബാങ്കിന്റെ അംഗീകാരം ഉണ്ടെന്ന് കാണിച്ചിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യാം. ചിലപ്പോൾ പരസ്യം കൊടുത്തിട്ടുണ്ടാവും, ഇത് ഇന്ത്യയിൽ അംഗീകരിച്ച ആപ്പാണ്, 10,000 കണക്കിന് ആളുകൾ യൂസ് ചെയ്യുന്ന ആപ്പാണ്. ചിലപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുമ്പോഴോ iOS പോകുമ്പോഴാണെങ്കിലും കണ്ടിട്ടുണ്ടാവും മില്യൺ കണക്കിന് ഡൗൺലോഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഡൗൺലോഡ് ചെയ്യരുത്. ചെയ്യേണ്ടത് അതാണ് ഞാൻ പറയണത്. ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം ഈ ലോൺ ആപ്പിൽ പോയിട്ട് ലോൺ എടുക്കാൻ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം, ഒരു വഴിയില്ലെങ്കിൽ മാത്രം ഇതുപോലുള്ള നോക്കി അത്രയും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ് സേഫ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സ്കാം ഇതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ബ്രാൻഡിലേക്ക് ഇതേപോലെയുള്ള ലോൺ ആപ്പുകൾ ഉണ്ടോ നിലവിൽ പിടിക്കപ്പെടാത്തതായിട്ടുള്ളത്? അത് നമുക്കങ്ങനെ പേര് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് വരുന്ന ഒരു ആപ്പ്, ഇപ്പോൾ സ്പൈസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ആണെന്നുണ്ടെങ്കിൽ നാളെ വരുന്ന വേറൊരു പേരിലായിരിക്കും. അത് ചിലപ്പോൾ ഒരു 5 ദിവസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ ഡൗൺലോഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പേരിലായിരിക്കും കാണുന്നത്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഇതിന് നഷ്ടമൊന്നുമില്ല. കാരണം ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൻ്റെ പേര് മാറ്റിക്കൊണ്ടിരിക്കാം. സെയിം
കോസ്റ്റ് അവർക്ക് അവിടെ വരുന്നുള്ളൂ. പുതിയ പുതിയ ആപ്പ് ഡെവലപ്മെൻറ്റിനൊന്നും അവർക്ക് ചാർജ് ഇല്ല. അപ്പോൾ അങ്ങനെ പല പേരിലും ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ വളരെ ട്രസ്റ്റഡ് ആണെന്നും ഒരുപാട് മില്യൺ ഡൗൺലോഡും റേറ്റിംഗ് ഒക്കെ കണ്ടിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വരെയും പ്ലേ സ്റ്റോറിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ലോൺ ആപ്പ് മാത്രമല്ല, അല്ലാത്ത ആപ്ലിക്കേഷനുകൾ ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ഒരു മറ്റേ പുറമേ കാണുന്ന ഒരു ഇത് കണ്ടിട്ടൊന്നും ഒരിക്കലും ഒരു ആപ്പിലേക്കും പോരുത്. ലോൺ ആപ്പിൽ നിന്ന് നമ്മൾ പണം എടുത്തു എന്ന് തന്നെ ഇരിക്കുക. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ കുറച്ച് പണം അതിൽ അവർക്ക് അടച്ചു കഴിഞ്ഞു. എന്നാൽ വീണ്ടും ഇവർ ഈ പറയുന്ന ബ്ലാക്ക് മെയിലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജസ് വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്ന്. അപ്പോൾ നമുക്കത് തുടർന്ന് അടയ്ക്കാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ലീഗലി? അതായത് ഇവർ ഇല്ലീഗൽ ആപ്പാണെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഇത് എടുത്തു കഴിഞ്ഞ് ഒരു ഘട്ടം എത്തുമ്പോഴേ നമ്മൾ അറിയാനുള്ളൂ ഇത് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമായിട്ടുള്ളൊരു ആപ്പായിരുന്നു ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു നിയമവിരുദ്ധ ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു കുഴപ്പം, ഇതിനെതിരെ പരാതി എങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റും? അതായത് അവർക്ക് നമ്മൾ പണം അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമുക്കെതിരെ ഒരു പരാതിയും കൊടുക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു ഓഫീസോ പ്രവർത്തിക്കാനായിട്ടുള്ള സംവിധാനമോ അംഗീകാരവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ലോൺ അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലീഗൽ ലോൺ ആപ്പിന്റെ ലോൺ അടച്ചില്ല എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ നമുക്കെതിരെ വരില്ല. അപ്പൊ അവിടെ നിന്ന് എടുക്കുന്ന ഒരു പണവും നമ്മൾ അടച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. അതായത് അവരുടെ ബ്ലാക്ക് മെയിലിംഗ് അല്ലാതെ ലീഗലി നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ലീഗലി അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ കുഴപ്പം എന്താ അറിയോ, ഇപ്പൊ ഇത് കാണുന്ന പല ആളുകളും വിചാരിക്കും പിന്നെ സേഫ് ആണ്, നമ്മളിനി ഇങ്ങനെ ലോൺ എടുക്കാം. പല ആളുകൾ ഇപ്പം നമ്മൾ പല സെഷനുകളിലും അല്ലെങ്കിൽ നമ്മൾ ആളുകളോടൊക്കെ ബോധവൽക്കരണം നടത്തുമ്പോഴും പറയുമ്പോഴൊക്കെ അവർ നമ്മളോടൊരു കാര്യം ചോദിക്കും, ഇവര് ഉപയോഗിക്കുന്നത് നമ്മുടെ കോണ്ടാക്ട്സ് ഉപയോഗിച്ച് കോണ്ടാക്ട്സിലേക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഫോൺ എടുത്തതിന് ശേഷം ഒരു 100 കോണ്ടാക്ട്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ലോൺ എടുക്കാമല്ലോ നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു 100 അക്കൗണ്ടിൽ നിന്ന് ലോൺ എടുത്താൽ നമുക്ക് സേഫ് ആയിട്ട് കിട്ടുമല്ലോ, നമുക്ക് തിരിച്ചടക്കണ്ടല്ലോ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പണം അത് എവിടെ നിന്നാണ് വരുന്നത്? മറ്റൊരാളെ പറ്റിച്ച് മറ്റൊരാളെ ഇതുപോലുള്ള ഭീഷണിപ്പെടുത്തി കിട്ടിയ കാശാണ് നമ്മൾക്ക് ലോണായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇവർ തരുന്നത്. അങ്ങനെ വന്ന എമൗണ്ടിൻ്റെ പേരിൽ വരെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ട് ആളുകളുടെ. കാരണം എന്താ, ഇപ്പം എന്നെ പറ്റിച്ചിട്ട് ഒരാൾ ലോൺ ആപ്പുകാർ കാശ് എടുത്തിട്ട് പോയി, വീണ്ടും ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാൻ പരാതി കൊടുക്കും. ഞാൻ 1000 രൂപ ലോൺ എടുത്തപ്പോൾ എനിക്ക് 10,000 രൂപ അടക്കേണ്ടി വന്നു, എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ പണം തട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ പോയ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഉടമേനെ പിടിക്കും. ആ ബാങ്ക് അക്കൗണ്ട് ഉടമേന്ന് എങ്ങോട്ടൊക്കെ ഫണ്ട് പോയിട്ടുണ്ടോ അവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ആവും. ഈ ഫണ്ട് പോയ മറ്റൊരാൾ, അതായത് പുതിയൊരാൾ ലോൺ എടുത്തിട്ടുണ്ടാവും, അടക്കാതിരിക്കാൻ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ ആ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഫ്രീസ് ആവും. അപ്പോൾ തികച്ചും ഇതൊരു വലിയൊരു നെറ്റ്വർക്ക് പോലെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന പണം, തട്ടിച്ച് മേടിക്കുന്ന പണം മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അക്കൗണ്ട് ഹോൾഡറിൻ്റെ അക്കൗണ്ടും വേണമെങ്കിൽ ഫ്രീസ് ആവാം ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ലോൺ എടുത്തു ആൻഡ് എൻ്റെ ചിത്രങ്ങൾ ഇവർ മോർഫ് ചെയ്തു. പല സ്ത്രീകളെയാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും. അപ്പോൾ എനിക്ക് എന്താണ് ആ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിക്കാതിരിക്കാനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയായിരിക്കും? ഏറ്റവും ആദ്യം നമ്മൾ ബോൾഡായിട്ടിരിക്കുക. അതായത് ഒരു തരത്തിലും എന്നെ ഇത് ബാധിക്കുന്നില്ല എന്നൊരു മനസ്സുകൊണ്ട് നമ്മളൊരു തയ്യാറെടുപ്പ് നടത്താന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത്തരം കേസുകളിലൊന്നും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടിയും ഇവിടെ ഉണ്ടാവാറില്ല. ഇപ്പം നമ്മളൊരു ഇത് പറയുമ്പോൾ എല്ലാം ഇവിടെ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരാൾ വിക്റ്റിമായിട്ടുള്ള ഒരാൾ നോക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥ. ഇപ്പോൾ ഒരുപാട് ഇത് കേൾക്കുന്ന ഒരുപാട് വിക്റ്റിംസ് ഉണ്ടാവും. പലപ്പോഴും പല ഏജൻസികളുടെ അടുത്ത് പോയിട്ടും ഒരു നടപടിയും ഒരു കേസും എടുക്കാത്ത കേസുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം, ഓരോരുത്തർക്ക് പരിമിതികളുണ്ടെങ്കിൽ പോലും അനുഭവിക്കുന്ന ആളുടെ പ്രശ്നം ഭയങ്കര വലുതാണ്. അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. അല്ലാത്തടത്തോളം നമ്മൾ ഈ പറഞ്ഞ പോലെ ചർച്ചകളിൽ ഇങ്ങനെ പറയുമ്പോഴാണെങ്കിൽ പോലും ഇവരുടെ ഈ ഒരു ഫോട്ടോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പോകുന്നത് ഇവരുടെ കോണ്ടാക്ട്സിലേക്കായിരിക്കും. കോണ്ടാക്ട്സിലേക്ക് നമുക്ക് തടയാനായിട്ടുള്ള വേറെ വഴിയില്ല. കാരണം എന്താ, നമ്മളുടെ കോണ്ടാക്ട്സ് അവരിൽ ഓൾറെഡി ആക്സസ് കിടക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും പറയുന്ന പോലെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ഡിലീറ്റ് ചെയ്തോളൂ, വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടോളൂ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലും ഈ പ്രശ്നം ഇവിടെ തീരണില്ല. അല്ലെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടോ ഫോൺ തല്ലിപ്പൊളിച്ച് കളഞ്ഞുകൊണ്ടോ കാര്യമില്ല. നടക്കുന്ന എന്താ, ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഭീഷണി മെസ്സേജുകളും കോളുകളും നമ്മുടെ കോണ്ടാക്ട്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പോലീസിലൊരു പരാതി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈ വരുന്ന നമ്പറുകൾ ബ്ലോക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. പക്ഷെ കേസ് എടുപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കറിയാം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരാളോട് പറയും, നിങ്ങൾ അവരോട് പറയും പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറയാൻ പറഞ്ഞാൽ അവർ പറയും പോയി കേസ് കൊടുത്തോളാനേ പറയുള്ളൂ. അവർക്കറിയാം കേസ് കൊടുത്താൽ എന്ത് സംഭവിക്കുന്ന അവർക്കറിയാം. കൂടി വന്ന ആ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിനെ പിടിക്കും. അതല്ലെങ്കിൽ അവർ ഒറിജിനൽ ആയിട്ടുള്ള മൊബൈൽ നമ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ മൊബൈൽ നമ്പറിനെ ഓണറിനെ പിടിക്കും. അതല്ലേ ഉണ്ടാവുള്ളൂ, അവരിലേക്ക് എത്തില്ല ഒരിക്കലും. അത് തന്നെയാണ് ഇത് കൂടി വരണം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ നമ്മളെ ഓരോരുത്തരും അവെയറായിരിക്കുക എന്നുള്ളതാണ്.
ലോൺ ആപ്പ് പോലെ തന്നെ എല്ലാ സൈബർ തട്ടിപ്പുകളെ പറ്റിയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കോൾ വരുമ്പോഴും മെസ്സേജ് വരുമ്പോഴും നമുക്കറിയാം ഇതൊരു തട്ടിപ്പാണ്. പലപ്പോഴും ഇപ്പോൾ സിബിൽ സ്കോർ ഒന്നും ബാധകമല്ല, ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോർ ഉള്ളവർക്ക് ലോൺ കിട്ടുമെന്ന് നമ്മൾ കാണും. അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന പല ഗ്രൂപ്പുകളിലും കാണും, മലയാളികളായിട്ടുള്ള ആളുകൾ പോസ്റ്റഡ് ഉണ്ടാവും. ഏതെങ്കിലും സഹോദരന്മാർക്ക് മറ്റേ സിബിലൊന്നും ഒന്നും പ്രശ്നമില്ല, ഏറ്റവും കുറഞ്ഞ സിബിലാണെങ്കിൽ ഞങ്ങൾ ലോൺ അവൈലബിൾ ആണ്, തരും, മൊബൈൽ നമ്പർ കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്ത ഉടനെ തന്നെ മെസ്സേജ് വരും, ഓക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു വരും, ഇപ്പോൾ തന്നെ ലോൺ തരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയും നടക്കുന്നുണ്ട്. അഡ്വാൻസ് ഫണ്ട് മേടിക്കും, ഒരിക്കലും ലോൺ കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പല രീതിയിൽ നടക്കുന്ന ഒരു തട്ടിപ്പാണ്. അപ്പോൾ ഈ തട്ടിപ്പുകളെ പറ്റിയിട്ട് നമുക്കൊരു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഫ്രോഡ് പരിപാടിയാണ്, ഒരിക്കലും ഇത് ചെന്ന് ചാടുന്നത്. ഇപ്പോൾ ഒരു സൈബർ ലോയർ ആണ്, അതേപോലെ തന്നെ എക്സ്പേർട്ട് ആണ്, സ്വാഭാവികമായും ധാരാളം പേര് പല പ്രശ്നങ്ങളിൽ പെട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ അതിൽ ഏറ്റവും ഭീകരമായി തോന്നിയിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും? അതായത് ഇപ്പോൾ ലോൺ ആപ്പിൻ്റെ അതിന് എടുത്ത് പറയാം, 3000 രൂപ ലോൺ എടുത്തിട്ട് 3 ലക്ഷം അടച്ച ഒരാളുണ്ട്. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇത്രയും വലിയ ഇതെന്താണ് അവർ ചെയ്തതെന്ന്. കാരണം അത് ഒരു കല്യാണം ഉറപ്പിച്ച ഒരു പെൺകുട്ടി. അപ്പോൾ ആ കല്യാണം ഉറപ്പിച്ച പെൺകുട്ടി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ലോൺ എടുത്താണ്. ലോൺ എടുത്ത് ഇതേപോലെ തന്നെ ഒരു ലോൺ ആപ്പിൽ എടുത്ത് കൊടുക്കാൻ പറ്റാതെ അടുത്ത ലോൺ ആപ്പിൽ നിന്ന് എടുത്ത് അങ്ങനെ എടുത്ത് ഏകദേശം ഒരു 10-20ഓളം ലോൺ ആപ്പിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ഹറാസ്മെൻ്റ് ആയി, ഏകദേശം ഒരു 2.25 ലക്ഷം കൊടുത്തു. പിന്നെ ഇനി കൊടുക്കാൻ പറ്റണില്ല. ലോൺ എടുത്തും മറ്റു പല ആളുകളും ചോദിച്ചും സാലറി കിട്ടിയതും കൂട്ടി വെച്ചതും എല്ലാം കൊടുത്ത് ഇതാക്കി. ഇനി കൊടുക്കാനായിട്ടുള്ളതില്ല എന്ന് വന്നപ്പോൾ അവർ ആത്മഹത്യ എന്നുള്ളൊരിതിലേക്ക് എത്തി. അങ്ങനെ അവസാനം പുള്ളിക്കാരിക്ക് മനസ്സിൽ തോന്നി കല്യാണം ഉറപ്പിച്ച ചെക്കനോടൊരു വാക്ക് പറഞ്ഞേക്കാം. പുള്ളിക്ക് അതിനുശേഷം എന്തുകൊണ്ടാണ് മരിച്ചതെന്നൊരിത് വരാൻ പാടില്ല, അത് ജീവിതകാലം മൊത്തം പുള്ളിക്കാരന് ഫേസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട്. കാരണം അറിയാലോ പല സംസാരങ്ങളായിരിക്കും. കാരണം കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണ് ഏറ്റവും ലാസ്റ്റ് കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് മരിച്ചെന്ന് പറയുമ്പോൾ പുള്ളിക്ക് അത് ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുകൊണ്ട് മാത്രം വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, ഞാൻ മരിക്കാൻ വേണ്ടി പോണേണ്, റിക്കവറി ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തു, ആരോ വഴി ഈ പറഞ്ഞ ചെക്കൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനൊരു വിഷയമുണ്ട്, എന്താ ചെയ്യേണ്ടത്, ആകെ ഒരു പ്രശ്നത്തില്ല. പുള്ളിയും കരയണയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ അവസ്ഥ അങ്ങനെ മോശമാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പല ആളുകളെയും സമീപിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ഒരു സൊല്യൂഷനും ഇല്ല, കംപ്ലീറ്റ്ലി ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്തതിലാണ്, ഇനി നിങ്ങൾ കാഴ്ച അടച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കാരണം ഒരു തവണ ഈ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കും ഭീഷണിക്ക് വഴങ്ങി അടച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം പേടിച്ചിട്ടാണ് അവർ അടച്ചിട്ടുള്ളത്, ഇനിയും അവർ അടക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പം അങ്ങനെ അടച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞ് ഞാൻ അടുത്ത ദിവസത്തേക്ക് ദുബായിൽ നിന്ന് വരണമെന്ന് പറഞ്ഞിട്ട് വന്ന് ഈ പെൺകുട്ടീനെയും കുട്ടി എൻ്റെ ഓഫീസിൽ വന്നു. അവിടെ വന്നിരുന്നപ്പോഴാണ് നമ്മൾ അത്രയും ഭീകരമാണെന്ന് മനസ്സിലാവുന്നത്. കാരണം കോണ്ടാക്റ്റിൽ കംപ്ലീറ്റ് അതേപോലത്തെ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം മോർഫ്ഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഇവരിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് അയക്കുമ്പോൾ കമ്പനിയിൽ HR-നെ അയക്കും, കമ്പനിയിലെ മാനേജറിനെ അയക്കും, കംപ്ലീറ്റ് എംപ്ലോയീസിനെ അയക്കും, ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ടോ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത്രയും എമൗണ്ട് അടച്ചത്. അപ്പോൾ ഞാൻ ആദ്യമേ ചോദിച്ചു ഇത്ര എമൗണ്ട് അടക്കണ്ട, നമുക്കറിയാം ഏകദേശം ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ, പക്ഷെ ഇത്ര എമൗണ്ട് എങ്ങനെ അടക്കാൻ പറ്റും? 3000 എടുത്ത ഒരാൾ 3 ലക്ഷം അടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് ഇവരടച്ചത്. ആ ഒരൊറ്റൊരു നമ്മൾ വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ എല്ലാം നോക്കാം, പോലീസിൽ പരാതി കൊടുക്കാം. അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ഒരു പരാതി കൊടുത്താണ്, പോലീസ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞത്, പക്ഷെ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള വഴികൾ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ആ ഒരു ക്ലിയർ ആയി അവരുടെ കല്യാണം അവിടെ നടന്നു. അത് അവസാനിച്ചില്ല, നമ്മൾ പറഞ്ഞിതാക്കി കണ്ടിന്യൂസ് ആയിട്ട് 1 മാസത്തോളം വീണ്ടും അവർക്ക് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അത് ബോൾഡായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ എന്തും പ്രശ്നം ഉണ്ടാവില്ല എന്നും അങ്ങനെ തന്നെ അത് നിർത്താൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഒരു 100% ഒരു സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മെന്റലി നമ്മൾ സ്ട്രോങ് ആവാന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെ നമ്പേഴ്സൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യിക്കാം. അത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് സഞ്ചാർ സാത്തി. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഹാൻഡ്സെറ്റ് അടക്കം നമുക്ക് ബ്ലോക്ക് ചെയ്യിക്കാം. അപ്പം നമ്മൾ വിചാരിക്കും ചെറിയൊരു രീതിയിലൊരു ഭീഷണിയാണെങ്കിൽ പോലും ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മറ്റൊരാൾ ഒരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല. അപ്പോൾ രാജ്യത്ത് ഇപ്പോൾ ഒരു 3-3.5 ലക്ഷത്തോളം മൊബൈൽ ഫോണുകൾ ഇത്തരം രീതിയിൽ ഹാൻഡ്സെറ്റുകൾ സർക്കാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേറെ ഒരു സിം കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം യുവാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്നത് വീട്ടമ്മമാരായിക്കോട്ടെ പലരിലേക്കും എത്തുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, വീട്ടിൽ ഇരുന്ന് തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള വാട്സപ്പ് മെസ്സേജുകൾ നമ്മൾ പല ഫീഡുകളിലും കാണാറുണ്ട്. അത് പിന്നിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ഇതൊക്കെ എത്തിച്ചെല്ലുന്നത് ഈ പറയുന്ന മ്യൂൾ അക്കൗണ്ടുകളിലേക്കായിരിക്കാം. സോ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഈ മ്യൂൾ അക്കൗണ്ടിൽ പോയി പെടാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? മ്യൂൾ അക്കൗണ്ട്സിന്റെ പ്രധാനപ്പെട്ട എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ ഉത്തരവാദി നമ്മളാണ്. പറയുമ്പോൾ അതിൽ വരുന്ന ഇൻകമിങ് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന ട്രാൻസാക്ഷൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എല്ലാത്തിൻ്റെ ഉത്തരവാദി നമ്മളാണ്. നാളെ നമ്മൾക്ക് ഒരിക്കലും അത് ഞാൻ ചെയ്തതല്ല അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയാൻ പറ്റില്ല.
ഇപ്പോൾ ഇതുപോലെ കടം കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ എന്ത് നടന്നാലും അതിന് ഉത്തരവാദിത്വം നമുക്കുണ്ട്, കൊടുക്കുന്ന ആൾക്കുണ്ട്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തത്, ഇപ്പോൾ നിലവിൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ വിക്റ്റിമായിട്ട്, അതായത് ബാങ്ക് അക്കൗണ്ടുകൾ ഓൾറെഡി കൊടുത്തുപോയി, അവർ ചതിക്കുഴിയിൽ പെട്ട്, ചിലപ്പോൾ പോലീസ് വരുമ്പോഴായിരിക്കും അറിയുന്നത്, അല്ലെങ്കിൽ പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ ഇവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത്തരം ട്രാൻസാക്ഷൻ നടന്ന് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ടാവും, ഇത്ര എമൗണ്ടിന് ട്രാൻസാക്ഷൻ നിങ്ങൾ എങ്ങനെ നടത്തിയെന്ന് ബാങ്ക് ചോദിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നമ്മളെ ചതിച്ചും വഞ്ചിച്ചും ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടുകൾ കൈക്കലാക്കിയ ആൾക്കെതിരെ നേരത്തെ ഒരു പരാതി കൊടുത്തിടണം. നമ്മളെ പോലീസ് അന്വേഷിച്ച് വരുന്നതിൽ, അല്ലെങ്കിൽ നമുക്കെതിരെ മറ്റ് സംസ്ഥാനങ്ങളിലോ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കേസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്തായാലും പറഞ്ഞു പറ്റിച്ചാണ് ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൊണ്ടുപോയത്. പ്രൈമറി നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ചതിച്ചും വഞ്ചിച്ചും നമ്മളുടെ ഇന്നൊരു കാര്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇത്തരം തട്ടിപ്പ് പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ പോലീസിലൊരു പരാതി കൊടുത്തിടുക എന്നുള്ളതാണ് നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വന്നാൽ നാളെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലീഗലി നമുക്ക് കുറച്ചെങ്കിലും ഒരു ഇത് നമുക്ക് അവിടെ കിട്ടും. കാരണം നമ്മളിത് ബോധിപ്പിച്ചിട്ടുണ്ട് എന്താണ് നടന്നതെന്നുള്ളതും അതിൻ്റെ വിവരങ്ങളും. അപ്പോൾ ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലും ഈ നടത്തിയ ഇതിൻ്റെ തട്ടിപ്പിൻ്റെ യഥാർത്ഥ ആളുകളിലേക്ക് എത്താൻ ചിലപ്പോൾ സഹായകമാകും. അപ്പോൾ പല ആളുകളും അങ്ങനെ ആ ഒരു ഇതിൽ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളും വീട്ടമ്മമാരും ഏതൊരാൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്താലും ചിലപ്പോൾ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഈ പറഞ്ഞ പോലെ കമ്പനികളുടെ പേരും കമ്പനികളുടെ ബ്രോഷറും ലെറ്റർ ഹെഡും എല്ലാം അവർ കാണിക്കും. ഈവൻ ഓഫീസിലേക്ക് വരെ അവർ ക്ഷണിക്കും, നിങ്ങൾ വന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി, ബാങ്ക് അക്കൗണ്ട് തന്നാൽ മതി എന്നൊക്കെ പറയും. ഒരിക്കലും ഇത്തരം ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങളുടെ കൈമാറ്റം ചെയ്യരുത്. ഇപ്പോൾ സഞ്ചാർ സാത്തി ആപ്പിനെ പറ്റി പറയുകയുണ്ടായി. സഞ്ചാർ സാത്തി ആപ്പ് എങ്ങനെയാണ് ശരിക്കും ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്നത്? ഇത് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷനോ അതല്ലെങ്കിൽ വെബ്സൈറ്റിലോ നമുക്ക് പോയിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് വരുന്ന ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻസ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. SMS ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൾ ആയിക്കോട്ടെ, അതിൽ ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ടെലഗ്രാമിൽ നിന്ന് വരുന്നതായിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമുക്കിതിനകത്ത് റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ചില സ്ത്രീകളെയൊക്കെ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ നമ്പറിൽ നിന്ന് വിളിച്ച് ചീത്ത വിളിക്കും, അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കും, മോശമായിട്ട് മെസ്സേജ് ചെയ്യും, ആളുകളെ കണ്ടെത്താൻ പറ്റാത്തത്, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ അതിന് വരാറുണ്ട്. അപ്പോൾ അതേപോലത്തുള്ള ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ID ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. രണ്ടാമത്തത്, മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾക്ക്, അതായത് ഈ സഞ്ചാർ സാത്തിയിൽ നിന്ന് തന്നെ പല വെബ്സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നൊരു ഒറ്റൊരു വെബ്സൈറ്റാണ്. അപ്പോൾ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് CIR എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. അത് ഈ സഞ്ചാർ സാത്തിൽ ഒറ്റ സൈറ്റിൽ കയറി തന്നെ അതിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ കേരളത്തിലും പുറത്തൊക്കെ ആപ്ലിക്കേഷൻ വഴി ഉപയോഗിച്ച് മൊബൈൽ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സിം കാർഡുകൾ, നമ്മുടെ പേരിൽ എത്ര സിം കാർഡുകൾ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ്, അത് ഇതിലൂടെ പോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്, ഡിജിറ്റലി നമ്മൾ സേഫ് ആവുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. ഒരുപാട് സഹായകരമായിട്ടുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൽ പോയിട്ട് അതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? വെബ്സൈറ്റിനെ ആശ്രയിക്കുന്ന ഒരാളാണെങ്കിൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ റിപ്പോർട്ട് ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ ഏത് നമ്പറിൽ നിന്നാണ് കോൾ വന്നത്, അതിൻ്റെ സ്ക്രീൻഷോട്ട്, അതിൻ്റെ മൊബൈൽ നമ്പർ, നമ്മളുടെ നമ്പർ, സബ്മിറ്റ്, അങ്ങനെ കൊടുക്കാം. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു അറ്റാക്കിന് ഇരയാവുന്നതെന്ന് തന്നെ നിർബന്ധമില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നാൽ അത് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ വീട്ടിലിരുന്ന് ജോലി ചെയ്യാന്നുള്ളത് നമുക്കൊരു ഫേക്ക് മെസ്സേജ് തോന്നിയാൽ അത് കൊടുക്കാം. എന്തും നമുക്കതിൽ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ പണം നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മളൊരു ഇരയായില്ലെങ്കിൽ പോലും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരാൾ ഇരയാവാതിരിക്കാൻ സഹായിക്കും. കാരണം ആ പർട്ടിക്കുലർ നമ്പറും ആ പർട്ടിക്കുലർ ഹാൻഡ്സെറ്റ് അടക്കം ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ നമ്പറുകൾ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണുന്ന അത്ര റിസൾട്ടുള്ള ഫീച്ചറാണത്. ഓക്കെ. അപ്പോൾ ആശങ്കയുള്ളവർക്കാണെങ്കിൽ വേണമെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഒരാശങ്കയുടെ ആവശ്യം അതിനകത്തില്ല, ഒരു വിവരങ്ങളും അത് എടുക്കില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടിരുന്നത് ഒരു യുവാവിനെ ഇതേപോലെ നാട് വിട്ടു പോകുന്നു, ആ കുട്ടീനെ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടാണ് കണ്ടത് നമ്മൾ. അപ്പോൾ അതിലൊരു ആദ്യം ഒരു ആശങ്ക ഉണ്ടായെങ്കിലും പിന്നീട് ഒരു ആശ്വാസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒളിച്ചോടി പോകാൻ നിൽക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ പ്രായമായവരായിക്കോട്ടെ, ഇനി ജീവിതമില്ല എന്നൊക്കെ തോന്നി നിൽക്കുന്ന ആളുകളുണ്ടാകും ഈ ലോൺ ആപ്പുകൾ കാരണം. അവരോട് എന്താണ് പറയുന്നത്? ഏത് തരം പ്രതിസന്ധി വന്നാലും, പ്രത്യേകിച്ച് സൈബർ കേസുകളിൽ ഒരാശങ്കയും കൂടാതെ പരാതി കൊടുക്കുക എന്നുള്ള ഏറ്റവും ആദ്യത്തെ നടപടി. നമ്മളുടെ സുഹൃത്തിനോടാണെങ്കിലും വീട്ടുകാരോടാണെങ്കിലും, ഇപ്പോൾ വീട്ടിൽ പറയാൻ പറ്റാത്തവർ സുഹൃത്തുക്കളോട് പറയാം, അല്ലെങ്കിൽ പാരൻസിനോട്, ടീച്ചേഴ്സിനോട് പറയാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കിളിൽ അവർക്ക് അത്രയും കണക്ഷൻ ഉള്ളവരോട് ഒരാളോടെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ വഴിയെങ്കിലും ഈ പറഞ്ഞ ലീഗലായിട്ടുള്ള നടപടികളിലൊക്കെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ
സൂയിസൈഡ് പോലുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും മുതിരരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇതിൽ കയറി വന്ന വിക്ടിംസ് ഒരുപാട് പേര്, ഇപ്പോൾ എഡ്യൂക്കേഷനുള്ള ആളായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, നമ്മൾ ഓരോരുത്തർക്കും ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് ഇതിനൊക്കെ ഫേസ് ചെയ്യാവുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇതുപോലുള്ള നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെയെല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് തന്നെയാണ് നിന്ന് ഇതിനെതിരെ പ്രവർത്തിക്കാനും പറ്റുന്നത്. ഇത്രയും നേരം നമുക്കൊപ്പം ഇത്രയും വിവരങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു.